ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എടുത്തിട്ടുള്ള ഫിഷ് എന്ന് പറയുന്നത് കുറച്ച് പ്ലാറ്റികളെയാണ്. ഏകദേശം 4 പേരോളം വരുന്ന പ്ലാറ്റികളെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ വില വരുന്നത് പെയറിന് ഏകദേശം 40 രൂപയാണ്. സാധാരണയായി എല്ലാ അക്വേറിയം ഷോപ്പിലും കണ്ടുവരുന്ന വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു ഫിഷാണ് പ്ലാറ്റികൾ എന്ന് പറയുന്നത്. അതേപോലെ ഗപ്പികളെ പോലെ തന്നെ വളരെ വലിപ്പമൊന്നും വെക്കാത്ത ഫിഷുകളാണ് പ്ലാറ്റികൾ. മാത്രമല്ല ഇവർ പ്രസവിക്കുന്ന ഫിഷുകളാണ്. അതുകൊണ്ട് തന്നെ ഇവയെ വളർത്തുന്ന സിമന്റ് ടാങ്കുകളിലോ അക്വേറിയങ്ങളിലോ ഒക്കെ ലൈവ് പ്ലാന്റുകളൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ മത്സ്യങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടി ഇത് വളരെ സഹായകരമാണ്. മാത്രമല്ല ഇവർ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഫിഷുകൾ ആയതുകൊണ്ട് തന്നെ തുടക്കക്കാരായ അക്വേറിയസ്റ്റുകൾക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷാണ്. മാത്രമല്ല പ്ലാറ്റുകൾ എന്ന് പറയുന്നത് വളരെ ചെറിയ ഫിഷുകൾ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ സ്ഥലപരിമിതിയിൽ ഇവയെ വളർത്തിയെടുക്കാനായി സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ കൂട്ടമായി സഞ്ചരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന മത്സ്യങ്ങളാണ് പ്ലാറ്റുകൾ. ഇന്ന് ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്ത കളറിലുള്ള പ്ലാറ്റുകളെ നമുക്ക് മാർക്കറ്റുകളിൽ ലഭ്യമാണ്. നിരുപദ്രവകാരികളായ ഫിഷുകൾ ആയതുകൊണ്ട് തന്നെ മറ്റേത് ഫിഷുകളുടെ കൂട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് ഇവയെ ഇടാവുന്നതാണ്. ഒരു മെയിൽ ഫിഷിന് 2 ഫീമെയിൽ ഫിഷ് എന്ന റേഷ്യോയിൽ നമുക്ക് ഇവരെ വളർത്താവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള ടബിനകത്തെല്ലാം ഫിഷുകൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബോട്ടിലാണ് നമ്മൾ പ്ലാറ്റുകളെ എല്ലാം വളർത്താനായി പോകുന്നത്. വളരെ ചെറിയ ഫിഷുകൾ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ സ്ഥലപരിമിതി മതിയാകും. നമ്മുടെ പ്ലാറ്റുകളെല്ലാം കവറിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്, അങ്ങോട്ട് വീഴുന്നില്ല. പ്ലാറ്റുകൾ ഏത് തരത്തിലുള്ള ഫുഡുകളും കഴിക്കുന്നവയാണ്. അതേപോലെ തന്നെ മാസത്തിൽ ഒരു തവണയെങ്കിലും പ്ലാറ്റുകൾ പ്രസവിക്കാറുണ്ട്. ഒറ്റ പ്രസവത്തിൽ ഏകദേശം 30 മുതൽ 40 കുട്ടികളെ വരെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. എന്തായാലും പ്ലാറ്റുകളെ കുറിച്ചിട്ടുള്ള ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവരെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.